നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ടും നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വാതന്ത്ര്യം എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറില്ല. എന്തിനാണ് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കുന്നത്? ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണോ? എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നിലയിൽ എത്തിയത്? ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്ന് പലപ്പോഴും ഞങ്ങളുടെ കോളേജുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. 1857 ബ്രിട്ടീഷുകാർ സിപായി ലഹള എന്ന് പറഞ്ഞ് തുടങ്ങിയ സ്വാതന്ത്ര്യ സമരം 90 വർഷങ്ങൾക്ക് ശേഷം 1947 നമ്മളൊന്ന് ഓർക്കണം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു നമ്മുടേത്. ലോകത്തിലുണ്ടാകുന്ന മൊത്തം വിഭവശേഷിയുടെ 20% ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് നാം കാണുന്ന നമ്മളെ ഭരിച്ച രാജ്യങ്ങളെല്ലാം വളരെ ദാരിദ്ര്യ രാജ്യങ്ങളായിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ നമ്മുടെ പരസ്പരമുള്ള യോജിപ്പില്ലായ്മ കൊണ്ട് തന്നെ വിദേശ ശക്തികൾ നീണ്ട സംവത്സരങ്ങൾ നമ്മളെ ഭരിച്ചു. ഈ രാജ്യത്തുണ്ടായതെല്ലാം അവർ കൊണ്ടുപോയി. അവസാനം ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി. ലോക GDPയുടെ 1% മാത്രമായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമുക്കുണ്ടായ വിഹിതം. അതിൽ നിന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് നേടി. ലോകത്തിലെ 3ാമത്തെ ശക്തിയാകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരുള്ള രാജ്യമാണ് നമ്മുടേത്. ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യരുള്ള രാജ്യം, ഏറ്റവും നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരു രാജ്യം നശിപ്പിക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ വീണ്ടെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. സ്വാതന്ത്ര്യം ഏറെ വിലപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വർഷങ്ങൾ യുദ്ധം ചെയ്ത് ഒരുപാട് പേരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. നമുക്കതിൻ്റെ വിലയെപ്പറ്റി അറിയില്ല. കാരണം നമ്മളതിന് വേണ്ടി ഒരു കഷ്ടപ്പാടും സഹിച്ചിട്ടില്ല. ഒരു നേരം പോലും നമ്മൾ ഉപവാസം അനുഷ്ഠിച്ചിട്ടില്ല. ഒരു സമരത്തിനും നമ്മൾ പോയിട്ടില്ല. പക്ഷേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ജീവൻ പൂർണ്ണമായിട്ടും കളഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവരുടെയൊക്കെ മുമ്പിൽ തീർച്ചയായിട്ടും നമിക്കേണ്ട ഒരു സമയമാണിത്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരുപാട് വളർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും എല്ലാമുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടിപ്പോൾ. പക്ഷേ അത് ഇല്ലാത്തൊരു കാലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകുക. ഒരു വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു നമുക്ക്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു നമുക്ക്. ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു നമുക്ക്. ഇഷ്ടമുള്ള രാജ്യത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു നമുക്ക്. ഇന്ന് നമുക്കതെല്ലാം ഉണ്ട്. പക്ഷേ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ബാക്കിയാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മളത് പകർന്നു കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ വിടുന്നു. ഈ സ്വാതന്ത്ര്യം എന്നത് പറഞ്ഞത് കാത്തു സൂക്ഷിക്കുക വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഗവൺമെൻറ് ഒരു വർഷം 1 ലക്ഷം കോടി രൂപ നമ്മുടെ അതിർത്തികൾ കാത്തു സൂക്ഷിക്കാനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും കോടാനുകോടി രൂപ സമാധാനം നിലനിർത്താനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും രാത്രി കിടന്നുറങ്ങുന്നത് ഇവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. രാത്രി നമ്മളെ മറ്റുള്ളവർ ബോംബിടില്ല എന്നുള്ള വിശ്വാസമുള്ളത് നമ്മൾ അതിർത്തികൾ കാക്കാനായിട്ട് രാവും പകലും ഉറക്കോളച്ചും മഞ്ഞിലും കാട്ടിലും നമ്മുടെ ഭടന്മാർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അത്രയേറെ വിലപ്പെട്ട സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മളത് ഒരു കാരണവശാലും നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഈ സ്വാതന്ത്ര്യം എന്നും നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ തന്ന സ്വാതന്ത്ര്യത്തെക്കാളേറെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ ജനാധിപത്യം എപ്പോഴെല്ലാം ആവർത്തനം തുടങ്ങുമോ അപ്പോഴെല്ലാം ഈ സ്വാതന്ത്ര്യം ഇല്ലായ്മ വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. യുവതലമുറ ഇതിനെപ്പറ്റി ചിന്തിച്ച് ഈ സ്വാതന്ത്ര്യം ഇന്നുള്ള പോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ നന്മകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.